മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സ്മാരകമാണ് തുഞ്ചൻ ഗുരുമഠം. പാലക്കാട് തെക്കേ ഗ്രാമത്തിലാണ് തുഞ്ചൻ ഗുരുമഠം സ്ഥിതി ചെയ്യുന്നത്. എഴുത്തച്ഛൻ്റെ നാട് തിരൂരിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അദ്ദേഹം ചിലവഴിച്ചത് ഇവിടെയാണ്. വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ഇവിടെ ആദ്യാക്ഷരം കുറിക്കാനെത്തും. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആധുനിക മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ സമാധി സ്ഥിതി ചെയ്യുന്നത് പക്ഷേ പാലക്കാട് ചിറ്റൂരിലെ തെക്കേ ഗ്രാമത്തിലാണ്. പാലക്കാട് നഗരത്തിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയായി ശോകനാശിനി നദിയുടെ ശാന്ത സാന്നിധ്യത്തിനരികിൽ ആത്മീയതയും സാഹിത്യവും കൈകോർക്കുന്ന ഇടം കൂടിയാണ് തുഞ്ചൻ ഗുരുമഠം. തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന മഹാകവിയുടെ സ്മരണകളെ ഇന്നും അതിന്റെ ഓരോ ചുവരുകളും സൂക്ഷിച്ചിരിക്കുന്നു. ചിറ്റൂരിലെ ഈ ഗുരുമഠവും മഠം സ്ഥിതി ചെയ്യുന്ന അഗ്രഹാരവും ഇവിടുത്തെ ശ്രീരാമക്ഷേത്രവും ശിവക്ഷേത്രവുമെല്ലാം എഴുത്തച്ഛന്റെ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളതാണെന്നാണ് വിശ്വാസം. ഈ മഠത്തിൽ വെച്ചാണ് അധ്യാത്മരാമായണ രചനയും ഭാഗവതം കിളിപ്പാട്ടും ഹരിനാമ കീർത്തനവും രചിക്കപ്പെട്ടതെന്നും കരുതപ്പെടുന്നു. തിരൂര് ജനിച്ചതാണെങ്കിലും തഞ്ചാവൂരിൽ പോയി ജ്ഞാനം നേടിയതിന് ശേഷം തിരിച്ചു വന്നത് ചിറ്റൂരിലേക്കാണ്. ഇവിടെ 30 വർഷക്കാലം ശിഷ്യനും ഗുരുവും ആയിട്ട് താമസിച്ചു. അങ്ങനെ 12 ഗ്രഹങ്ങളും ഒരു മഠവും 13ാമത് മഠവും ഈ അഗ്രഹാരം നിർമ്മിച്ചത് അദ്ദേഹമാണ്. എഴുത്തച്ഛൻ ഉപയോഗിച്ചിരുന്ന എഴുത്താണി യോഗദണ്ഡ്, മെതിയടി, ആചാര്യന്റെ അമൂല്യങ്ങളായ താളിയോല ഗ്രന്ഥങ്ങളും മറ്റ് പൂജാ വിഗ്രഹങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ചിറ്റൂർ പുഴയുടെ തീരത്താണ് തുഞ്ചൻ മഠം സ്ഥിതി ചെയ്യുന്നത്. എഴുത്തച്ഛൻ ഈ പുഴയിൽ മുങ്ങിക്കുളിച്ചപ്പോൾ തന്റെ സങ്കടങ്ങൾ ഇല്ലാതായെന്നും അങ്ങനെയാണ് ഈ പുഴയ്ക്ക് ശോകനാശിനി എന്ന പേര് ലഭിച്ചതെന്നും വിശ്വാസമുണ്ട്. വിജയദശമി നാളിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ഹരിശ്രീ കുറിക്കാൻ ഇവിടെ എത്താറുണ്ട്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്മരണകൾ ഇന്നും ജീവിക്കുന്ന ഇടമാണ് ഈ തുഞ്ചൻ മഠവും തെക്കേ ഗ്രാമവും. നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തിൻ്റെ ആത്മാവും മഹത്വവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന അമൂല്യമായ സാംസ്കാരിക ഇടം. ക്യാമറാമാൻ സുനിലിനൊപ്പം മാതൃ രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്.